തെന്നിന്ത്യൻ സിനിമയിൽ ഇപ്പോൾ റിലീസുകളുടെ കാലമാണ്. ഒരു കാലത്ത് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ ചിത്രങ്ങൾ വീണ്ടും തിയേറ്ററുകളിലെത്തുന്നത് ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. ഒരിക്കൽ പരാജയപ്പെട്ട ചിത്രങ്ങൾ പോലും റിലീസിലൂടെ നേട്ടം കൊയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ച എസ് രാജമൗലി പ്രഭാസ് ചിത്രം ബാഹുബലിയുടെ റിലീസിനൊരുങ്ങുകയാണ്. നേരത്തെ 2 വർഷത്തിന്റെ ഇടവേളയിൽ 2 ഭാഗങ്ങളായി പുറത്തിറങ്ങിയ ചിത്രം ഒറ്റഭാഗമായാണ് റിലീസ് ചെയ്യുക. ആദ്യഭാഗം പുറത്തിറങ്ങിയതിന്റെ 10ാം വാർഷികത്തിലാണ് നിർമ്മാതാക്കളുടെ പുതിയ നീക്കം. 2015-ലായിരുന്നു ആദ്യഭാഗമായ ബാഹുബലി ദി ബിഗിനിംഗ് പുറത്തിറങ്ങിയത്. 2 വർഷങ്ങൾക്കുശേഷം 2017-ൽ പുറത്തിറങ്ങിയ ബാഹുബലി ദി കൺക്ലൂഷനും ബോക്സ് ഓഫീസിൽ വലിയ തരംഗം തീർത്തു. ഈ വർഷം ജൂലൈയിലാണ് ആദ്യ ഭാഗത്തിന്റെ റിലീസ് 10 വർഷം പൂർത്തിയാക്കുന്നത്. ഒക്ടോബറിൽ ചിത്രം റിലീസ് ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. 1000 കോടി ക്ലബ്ബിലെത്തുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമെന്ന റെക്കോർഡ് ബാഹുബലിയുടെ പേരിലായിരുന്നു. ബാഹുബലി എന്ന ടൈറ്റിൽ കഥാപാത്രമായി എത്തിയത് പ്രഭാസായിരുന്നു. അച്ഛൻ അമരേന്ദ്ര ബാഹുബലിയായും മകൻ മഹേന്ദ്ര ബാഹുബലിയായും പ്രഭാസ് തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവച്ചത്. സത്യരാജ്, റാണ ദഗ്ഗുപതി, അനുഷ്ക, തമന്ന എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ മാത്രം 6500 സ്ക്രീനിലും ലോകമെമ്പാടുമായി 9000 സ്ക്രീനിലുമാണ് ബാഹുബലിയുടെ 2ാം ഭാഗം റിലീസ് ചെയ്തത്. ഈ വർഷം ഒക്ടോബറിൽ ആയിരിക്കും ചിത്രം റിലീസിന് ഒരുങ്ങുന്നത് എന്നാണ് സൂചന.